ഹലോ, ഇന്ന് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറി. പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും വെറുതെ ഇങ്ങനെ നോക്കിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നും മേടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തി കഴിഞ്ഞപ്പോൾ മോൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്രാവശ്യം ഒരു ഡിഫറെൻ്റായിട്ട് തോന്നിയത് നമ്മൾ ഈ മീനുകളുണ്ടല്ലോ, അത് ഒരു അക്വേറിയം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഗുണ കേവ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഇത് വലിയ കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കുഞ്ഞു മീനുകളുണ്ടല്ലോ, കളർഫുള്ളായിട്ടുള്ള അതുകളാണ്. പിന്നെ ഇത് ഇവിടെ ഈ മീനുകളുണ്ട്, കുറച്ചിങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൗതുകമായിരിക്കും ഇതുപോലെ ഇങ്ങനെ കാണാനായിട്ട്. അവൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൽ മാത്രമേ കയറുള്ളൂ കേട്ടോ. ഒക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നടന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ നീങ്ങി കഴിഞ്ഞപ്പോൾ മറ്റേ വലിയ മീനില്ല, ആരാമപ്പ എന്ന് പറയുന്നത്, ആ സംഭവം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, ആ സംഭവമല്ല, ആ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഇതിലും കാണാറുണ്ട് ഇങ്ങനത്തെ അക്വേറിയം ഷോസിലൊക്കെ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്ത് നിന്നു. അതാട്ടോ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണേ. ഒരു 2 മിനിറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വല്ല ഫോട്ടോ എടുക്കാൻ പറയണം, എന്നാലേ അവർ 2 മിനിറ്റ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കേട്ടോ, സ്റ്റില്ലാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സൈഡിൽ ആ വലിയ മീനിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവർ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ഒന്ന് പോയി ചെന്ന് നിന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ വലുതുണ്ടെന്ന്. അപ്പോൾ ആൻകുട്ടി അതിൻ്റെ അടുത്ത് പോയൊക്കെ ചെന്ന് നിന്നിട്ട് അവളുടെ അത്രയും വലിപ്പമുണ്ട് ആ മീൻ. അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു ഇതാണ്, എന്നാലും കാണാനൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാണ് അവിടുന്ന് പുറത്തേക്ക് വരേണ്ട ഭാഗം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലും നമുക്കിങ്ങനെ മീനുകളൊക്കെ കാണാം. അപ്പോൾ പുറത്തേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ റൈഡുകളാണ്. മറ്റേ എന്താ പറയുക, ട്രെയിനും പിന്നെ ആകാശവഞ്ചിയും യന്ത്രൂഞ്ഞാലും അതൊക്കെ ഉള്ളൊരു മറ്റേ ആ സ്ഥലമല്ലേ, അതാണ് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ പോയിട്ട് എന്നും ഒരു ട്രെയിനിൽ കയറാറുണ്ട്, വേറെ ഒന്നിലും ഞങ്ങൾ കയറാറില്ല. പിന്നെ മോൾക്ക് ചെറിയ ആൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അതിനകത്തൊക്കെ കയറാറുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ മറ്റേ കൊട്ടവഞ്ചിയിൽ, കൊട്ടവഞ്ചിയല്ല, യന്ത്രൂഞ്ഞാൽ, അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു ഇതായിരുന്നു കേട്ടോ. ഇത് ആകാശവഞ്ചി ഭയങ്കര വലുപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേ. നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. തലയുടെ മേലെ കൂടെ ഒക്കെ ആയിരുന്നു അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളിത് ആ ട്രെയിനിൽ പോകാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ ഉണ്ടാവില്ല കേട്ടോ, ചേട്ടൻ അവിടെ പുറത്തിരുന്നു. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ടാണ് ഇതിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ലൈറ്റിൻ്റെ ഒരു തലയിലിങ്ങനെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിലിരുന്നിട്ട് അത് ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു.